കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമ്മൾ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 10 നമ്മൾ ശ്ലോകം 20 ചെയ്തു. അതിൽ പറഞ്ഞ എന്താ വെച്ചാൽ എന്തൊക്കെയായാലും നമ്മൾ കണ്ടു ഇങ്ങനെ ഈ പറഞ്ഞ കാരണങ്ങളെ കൊണ്ട് ഇഹലോകത്തിൽ സുഖം ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി പരലോകത്തിലത്തെ കാര്യമാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് കേട്ടോ. ശ്രുതം ച ദൃഷ്ടവത് 21. ശ്രുതം ച ദൃഷ്ടവത് ദുഷ്ടം സ്പർദ്ധാസൂയാത്യയവ്യയൈ ബഹുവന്തരായ കാമത്വാദ് കൃഷിവച്ചാപി നിഷ്ഫലം. അതായത് ഇതിലെന്താ പറയണ വെച്ചാൽ ശ്രുതം ച സ്പർദ്ധാസൂയാത്യയവ്യയൈ ദൃഷ്ടവത്. അതായത് നമ്മൾ ഈ ശ്രുതം ച എന്താ കേട്ടത്, നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അല്ലേ പരലോകത്തിലത്തെ കേട്ട, അതായത് പിന്നെ പരലോകത്തിൽ നമ്മളുണ്ടെന്ന് കേട്ട എന്ത് സ്പർദ്ധാസൂയാത്യയവ്യയൈ, അതായത് അസൂയ, പിന്നെ അതായത് ബാക്കിയുള്ളവരുടെ നന്മയും ഗുണവും കണ്ട അസൂയ, ദുഃഖം, നാശം ഇവകളാൽ, അതാണ് പറഞ്ഞത് നമ്മൾ പരലോകത്തിലുണ്ടെന്ന് കേൾക്കണം. എന്ത് സുഖവും അസൂയയും തമ്മിലുള്ള പിന്നെ എന്താണ് വൈരവും അതിശയവും നാശം ഒക്കെ, അതായത് കണ്ണുകടിയൊക്കെ നാശം, ഇതുകൊണ്ട് നമ്മൾ നരകം ദുഷ്ടം വളരെ വിഷമാണെന്ന് കണ്ടിട്ടുണ്ട്. പിന്നെയോ അതാണ് സ്പർദ്ധാച്ച. എന്താ അറിയോ സ്പർദ്ധാച്ചാൽ ബാക്കിയുള്ളവരുടെ സുഖം കാണാൻ വയ്യായും കൂടിയാണ് ഇത്രേ. അസൂയാച്ച അങ്ങനെയല്ല, അതിന് അർത്ഥത്തിന് കുറച്ച് വ്യത്യാസം പറയുന്നുണ്ട്. സ്പർദ്ധാച്ചാൽ അന്യരുടെ സുഖം കാണാൻ വയ്യായ, അന്യരുടെ സുഖം കാണുമ്പോൾ ഒരു വിഷമം, അതാണ് അത്രേ സ്പർദ്ധ, അല്ലാണ്ട് വൈരല്ല. അസൂയ പറഞ്ഞു വെച്ചാൽ നമ്മൾ അസൂയ എന്നൊക്കെ എപ്പോഴും ഉപയോഗിക്കുമല്ലോ, അത് ബാക്കിയുള്ളവരുടെ ഗുണം കാണാൻ വയ്യ, എന്തെങ്കിലും കുറ്റം. അപ്പോൾ നല്ല ഗുണവാനാണെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കുക. അപ്പോൾ ബാക്കിയുള്ളവരുടെ ഗുണത്തിൽ ദോഷം കാണുന്നതാണ് അസൂയ. സ്പർദ്ധ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് സുഖം ഉണ്ടാവണത് നമുക്ക് സഹിക്കാൻ വയ്യായ, അതാണത്രേ. പിന്നെയോ അത്യയം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ തന്നേക്കാളും സുഖമാണ് വേറൊരാൾക്ക് എന്ന് കാണുന്നതുള്ള വിഷമം. അപ്പോൾ ഈ സ്പർദ്ധയും അസൂയയും അതിശയം അത്യയവും പിന്നെ ഒക്കെ പിന്നെ ഈ ഇഹലോകത്തിലുള്ള പോലെ തന്നെ പരത്തിലും പരലോകത്തിലും ഉണ്ടെന്നാണ് പറയണത് കേട്ടോ. അതാണ് നാശം ഇവകളാൽ ദുഷ്ടം ദോഷമുള്ളതായിട്ട് ഭവിക്കുന്നു. അപ്പം ഈ മാത്രമല്ല കൃഷിവത് കൃഷി പോലെ ബഹുവന്തരായ പല തടസ്സങ്ങളോടുകൂടിയ കാമത്വ സുഖം ആയിരിക്കുന്നത് കൊണ്ട് നിഷ്ഫലം. അതായത് നിഷ്ഫലം വെച്ചാൽ പ്രയോജനമില്ല. കാരണം എന്താ വെച്ചാൽ നിത്യസുഖമൊന്നും അല്ലേ. അപ്പോൾ എന്താണ് ഇതിൽ പറയണതെന്ന് വെച്ചാൽ ഈ നമ്മളുണ്ടെന്ന് കേട്ടിട്ടുള്ള, അതായത് പരലോകത്തിൽ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുള്ള സുഖവും സ്പർദ്ധയും അസൂയയും അത്യയവും നാശവും ഇതൊക്കെ കഷ്ടം തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ കുറേ വിഘ്നങ്ങളുണ്ടല്ലോ. ചിലപ്പോൾ മഴ പെയ്യില്ല, അപ്പം ഉണങ്ങും. മഴ അധികമായാൽ അത് ഒലിച്ചു പോവും നെല്ലൊക്കെ. അങ്ങനെ പല വിഘ്നങ്ങളുണ്ടല്ലോ കൃഷി ചെയ്യുമ്പോൾ. അതേപോലെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ അനേക വിഘ്നങ്ങൾ നമുക്കുണ്ടാവണ പോലെ ഇതൊക്കെ കിട്ടിയാലും കാര്യമില്ല, ഇടയ്ക്കുണ്ട് ഇടയ്ക്കില്ല. അതുപോലെയുള്ളൂ പരലോകത്തിലത്തെ സുഖവും ഇഹലോകത്തിലത്തെ സുഖം പോലെ തന്നെ നിൽക്കണതല്ല എന്ന് പറയുകയാണ്. കാരണം അതും അവസാനിക്കുക, അതാണ് പറയണത്. ഇഹലോകത്തിലത്തെ സുഖം പോലെ തന്നെ പരലോകത്തിലും ഈ സുഖം എന്ന് പറയണത് ശരിക്കും ഭയമില്ലാതെ നിത്യമായിട്ടുള്ള സുഖം അവിടെയും ഇല്ല എന്നാണ്. കൃഷി പോലെ വിഘ്നങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഇനി നമുക്ക് 21 വായിച്ച് 22 പോവാം. ശ്രുതം ച ദൃഷ്ടവത് ദുഷ്ടം സ്പർദ്ധാസൂയ
നിത്യയവ്യയൈ ബഹുവന്തരായ കാമത്വാത് കൃഷിവച്ചാപി നിഷ്ഫലം. അതാണ്. അതായത് നമുക്ക് ഈ നമ്മൾ കാണുന്ന ഈ ലോകത്തിലത്തെ പോലെ തന്നെ സ്വർഗാദി ലോകങ്ങളും പരസുഖത്തിൽ അസഹിഷ്ണുതയും പരഗുണങ്ങളിൽ ദോഷം കാണലും പിന്നെയോ സുഖം വേറൊരാൾക്കാണ് അധികം എന്നുള്ള തോന്നലും നാശവും ഒക്കെ എല്ലാ ആ സ്വർഗത്തിലും ഉണ്ട്, സ്വർഗാദി ലോകങ്ങളിലും ഉണ്ട്. അപ്പോൾ സ്വർഗാദി ലോകങ്ങൾ ലഭിക്കാനാണെങ്കിലും അതേ കൃഷി ചെയ്യണ പോലെ പല വിഘ്നങ്ങളുണ്ട്. അങ്ങനെ നേടിയാലും നിത്യസുഖല്യേനും. അപ്പോൾ ഇനി എന്താ വെച്ചാൽ അതായത് ഇനിയിപ്പോൾ വിഘ്നമൊന്നും ഇല്ലാണ്ട് തന്നെ സ്വർഗം കിട്ടിച്ചാലും അതും നാശമടയും എന്നുള്ളത് ഉറപ്പാണ് എന്ന് കാണിക്കാം. അതാണ് ഇനി 22 പറയണത് കേട്ടോ. ഈ 21 വായിച്ചല്ലോ, ഈ 22 വായിക്കാം. അത് ഭഗവാൻ സ്ഥാപിക്കുകയാണേ, എവിടെയും സുഖമില്ലാന്ന്. ഇനി അന്തരായൈരവിഹതോ യതി ധർമ്മ സ്വനുഷ്ഠിത തേനാപി നിർജിതം സ്ഥാനം യഥാ ഗച്ഛതി തച്ഛൃണു. അതെന്താണ് ഇതിൽ പറഞ്ഞു വെച്ചാൽ, യതി അന്തരായൈഹി അവിഹതഃ ധർമ്മഃ. അതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കാം. ധർമ്മം അന്തരായൈ അവിഹത. ഒരാളെ വിഘ്നങ്ങളാൽ കഷ്ടപ്പെടാതെ സ്വനുഷ്ഠിത യതി നല്ല പോലെ നല്ല കർമ്മങ്ങളൊന്നും ഒരു വിഘ്നങ്ങളും ഇല്ലാണ്ട് നല്ല കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് ആ ധർമ്മത്താൽ നിർജിതം സമ്പാദിച്ച അതുകൊണ്ട് കിട്ടും. നല്ല ധർമ്മങ്ങളൊന്നും ഒരു വിഘ്നമില്ലാണ്ട് ഒരാൾ ചെയ്തു, അതുകൊണ്ട് ലഭിച്ചിട്ടുള്ള സ്ഥാനം അതായത് സ്വർഗാദി ലോകം യഥാ ഗച്ഛതി എങ്ങനെ നശിക്കുന്നുവോ തത് ശൃണു. എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവാം, ഒരാൾക്ക് ഒരു വിഘ്നവും ഇല്ലാണ്ട് നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്ത് അയാൾക്ക് സ്വർഗം കിട്ടിയെന്ന് വിചാരിച്ചോളൂ. എന്നാൽ ഇനി അത് നിത്യാണോ? അതല്ല, അത് ഞാൻ പറയാം, അത് കേട്ടോളൂ എന്നാണ് പറയണത്. അതും അങ്ങനെ കിട്ടിയാലും അത് ഇതല്ല. അതായത് വിഘ്നങ്ങളൊന്നും കൂടാതെ ധർമ്മം നന്നായി ആചരിച്ചിട്ട് കിട്ടണ സ്വർഗാദി ലോകങ്ങളും എങ്ങനെയാണ് നശിക്കണമെന്ന് ഞാൻ പറയാം, കേട്ടോളൂ എന്ന് ഭഗവാൻ പറയണം. അന്തരായൈരവിഹതോ യതി ധർമ്മ സ്വനുഷ്ഠിത തേനാപി നിർജിതം സ്ഥാനം യഥാ ഗച്ഛതി തച്ഛൃണു. എങ്ങനെ സുഖം കിട്ടിയാലും ഇഹലോകത്തിലത്തെയും പരലോകത്തിലത്തെയും സുഖം നിത്യമല്ല, അത് ഞാൻ പറയാൻ കേട്ടോളൂ. ഇഷ്ട്വേഹ ദേവതാ യജ്ഞൈഃ സ്വർലോകം യാതി യാജ്ഞികഃ ഭുഞ്ജീത ദേവവത്തത്ര ഭോഗാൻ ദിവ്യാൻ നിജാർജിതാൻ. കണ്ടോളൂ, ഇനി എന്താ പറയണേ? യാജ്ഞികഃ അതായത് യാഗം ചെയ്യണ ആളെ. ഇതൊക്കെ സ്വർഗസുഖം കിട്ടാനൊക്കെയാണ് യാഗം ചെയ്യണതേ. അങ്ങനെ ഒരു സകാമമായിട്ടല്ല അനുഷ്ഠിക്കേണ്ടത്. പക്ഷെ ഇനി അങ്ങനെ സ്വർഗം കിട്ടണമെന്ന് വിചാരിച്ച് അനുഷ്ഠിക്കുന്ന ഒരാളെ, യാഗം ചെയ്യണ ആളെ ഇഹലോകത്തിൽ യജ്ഞൈഹി യാഗങ്ങളാൽ ദേവതാഹ ഇന്ദ്രൻ മിത്രൻ വരുണൻ അഗ്നി ഇവരെയൊക്കെ ഇങ്ങനത്തെ ദേവതമാരെയൊക്കെ പൂജിച്ച് സന്തോഷിപ്പിച്ച് സ്വർലോകം യാതി സ്വർഗത്തിലേക്ക് പോകണമെന്ന് വിചാരിച്ചോളൂ. ഈ മരിച്ചു കഴിഞ്ഞാൽ ധാരാളം യജ്ഞങ്ങളൊക്കെ ചെയ്ത് ഇന്ദ്രാദി ദേവതകളെ മുഴുവൻ സന്തോഷിപ്പിച്ച ഒരു യജ്ഞം ചെയ്ത ഒരു സാധകൻ സ്വർഗലോകത്തിലേക്ക് പോയി എന്ന് വിചാരിച്ചോളൂ. തത്ര അവിടെ നിജാർജിതാൻ സ്വന്തം കർമ്മം കൊണ്ട് സമ്പാദിക്കപ്പെട്ട സ്വർഗമാണ് അല്ലേ. ആ സ്വർഗം ദിവ്യഭോഗങ്ങളെ ഭുഞ്ചിത അനുഭവിക്കുന്നു. അങ്ങനെ സ്വർഗത്തിൽ പോവില്ല പറയുന്നില്ല, സ്വർഗസുഖം അനുഭവിക്കുന്നില്ല എന്നും പറയുന്നില്ല. അതായത് നല്ലോണം ഒരു യജ്ഞം നടത്തുന്ന ആളെ ഈ ഇഹലോകത്തിൽ വെച്ച് ഇവിടെ വെച്ച് ധാരാളം യജ്ഞങ്ങൾ ചെയ്ത് ഇന്ദ്രാദി ദേവതകളെ നല്ലോണം പൂജിച്ച് പ്രസാദിപ്പിച്ചിട്ട് സ്വർഗലോകത്ത് എത്തിയെന്ന് വിചാരിക്കുക. അവിടെ ചെന്ന് ആ യജ്ഞകർത്താവിന് ധാരാളം തൻ്റെ കർമ്മം കൊണ്ട് തന്നെ സമ്പാദിച്ച വളരെ ദിവ്യമായിട്ടുള്ള സുഖങ്ങളും
ദേവന്മാരെ പോലെ തന്നെ അവിടെ അനുഭവിക്കാൻ സാധിക്കുന്നു. ഓക്കെ, സാധിച്ചു. അയാളത് അനുഭവിച്ചു കൊണ്ടിരിക്കണമെന്ന് വെച്ചോളൂ കേട്ടോ. കാരണം അവനവൻ തന്നെ ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഫലമായിട്ട് സ്വർഗം കിട്ടി. അവിടെ ചെന്ന് സ്വർഗസുഖം അനുഭവിക്കണം. ഇഷ്ട്വേഹ ദേവതായജ്ഞൈഃ സ്വർലോകം യാതി യാജ്ഞികഃ ഭുഞ്ജീത ദേവവത്തത്ര ഭോഗാൻ ദിവ്യാൻ നിജാർജിതാൻ. സ്വന്തം ആർജിച്ച് തന്നെയാണ് ഇനിയും. അതുകൊണ്ട് സുഖമായിരിക്കേണ്ട ദേവന്മാരെ പോലെ. എന്നിട്ടോ സ്വപുണ്യോപചിതേ ശുഭ്രേ വിമാന ഉപഗീയതേ ഗന്ധർവൈർവിഹരൻ മധ്യേ ദേവീനാം ഹൃദ്യവേഷദൃക്. എന്നിട്ട് അവിടുത്തെ സുഖങ്ങളെപ്പറ്റി പറയാം. സ്വപുണ്യോപചിതൈഹി, അതായത് സ്വന്തം പുണ്യം അനേകം, അല്ലേ അതല്ലേ 24, അതെ. സ്വപുണ്യോപചിതൈഹി, തൻ്റെ പുണ്യം കൊണ്ടുള്ള സകല ഭോഗങ്ങളും നിറഞ്ഞ ശുഭ്രേ, വളരെ ശ്രേഷ്ഠമായ വിമാനെ, വിമാനത്തിൽ, അതായത് സ്വർഗത്തിലെ വിമാനത്തിൻ്റെ ഉള്ള ദേവീനാം മധ്യേ ഹൃദ്യവേഷദൃക്, അപ്സര സ്ത്രീകളുടെ നടുവിൽ അവരുടെ മനസ്സിനെ പോലും ആകർഷിക്കുന്ന അത്ര സുന്ദരനായിട്ടും നല്ല വേഷാതിഭൂഷങ്ങൾ അണിഞ്ഞും വിഹരൻ, അവരുടെ കൂടെ അപ്സര സ്ത്രീകളുടെ പോലെ വിഹരിച്ചുകൊണ്ട് ധനയറുവൈർ, ഗന്ധർവന്മാരാൽ ഉപഗീയതേ, ഗന്ധർവന്മാർ പാട്ടുപാടി പ്രശംസിക്കുക. അങ്ങനെ ഒരു രാജാവിനെ പോലെ, സ്വർഗത്തിലത്തെ രാജാവിനെ പോലെ. അതായത് അദ്ദേഹം, ഈ ഒരു യജ്ഞകർത്താവ് ഒരുപാട് യജ്ഞം ചെയ്തിട്ടുണ്ടല്ലോ, അദ്ദേഹം തൻ്റെ പുണ്യം കൊണ്ട് തന്നെ സ്വർഗത്തിലത്തെ എല്ലാ സുഖഭോഗങ്ങളും മാത്രമല്ല, നല്ല വിമാനത്തിൽ അതീവ സുന്ദരികളായിട്ടുള്ള അപ്സര സ്ത്രീകളുടെ നടുക്ക് അവരുടെ കൂടെ വിഹരിച്ചുകൊണ്ട് ഗന്ധർവന്മാരാൽ കീർത്തിക്കപ്പെട്ടുകൊണ്ട് അങ്ങനെ ജീവിക്കും. ഒക്കെ ശരിയാണ്. അങ്ങനെ വിചാരിക്കുക നമുക്ക്. സ്വപുണ്യോപചിതേ ശുഭ്രേ വിമാന ഉപഗീയതേ ഗന്ധർവൈർവിഹരൻ മധ്യേ ദേവീനാം ഹൃദ്യവേഷദൃക്. നല്ല അസ്സലാഭരണങ്ങളും വേഷങ്ങളും ഒക്കെ അണിഞ്ഞ് അപ്സര സ്ത്രീകളുടെ കൂടെ വിഹരിക്കുകയാണ് അവിടുത്തെ പുഷ്പവിമാനം പോലുള്ള വിമാനത്തിൽ. സ്ത്രീഭി കാമേഗയാനേന കിങ്കിണീ ജാലമാലിന ക്രീഡന്ന വേദാത്മപാദം സുരാക്രീഡേഷു നിർവൃത. പിന്നെയോ കിങ്കിണി ജാലമാലിന, അനേകം കിങ്ങിണി മാലയും ഒക്കെ കെട്ടിയ നോക്കട്ടെ കേട്ടോ, കാമഗയാനേന, അതായത് ഇഷ്ടം പോലെ, അതായത് മനസ്സറിഞ്ഞ് സഞ്ചരിക്കുന്ന വിമാനത്തിൽ, കാമയാനം, കാമഗയാനേന എന്ന് പറഞ്ഞില്ലേ, അതായത് മനസ്സറിഞ്ഞ്, അത് പൈലറ്റൊന്നും വേണ്ട, നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാൽ നമുക്ക് ഇന്ന ദിക്കിൽ നിന്ന് പോകണമെന്ന് മനസ്സിൽ വിചാരിക്കേ വേണ്ടൂ. മനസ്സറിഞ്ഞ് ഇഷ്ടം പോലെ സഞ്ചരിക്കുന്ന വിമാനത്തിൽ കയറിയിട്ട് സുരാക്രീഡേഷു സ്ത്രീഭി, ഈ ദേവോദ്യാനങ്ങൾ, അവിടെ ഇന്ദ്രൻ്റെ സ്വർഗത്തിലത്തെ ഉദ്യാനങ്ങളിൽ സ്ത്രീകളോട് കൂടി ക്രീഡിച്ചുകൊണ്ട് നിർവൃത ആനന്ദത്തിൽ ലയിച്ചിട്ട് ആത്മപാദം, തൻ്റെ പതനത്തിനെ, അതായത് താൻ എപ്പോഴാണ് ഈ പുണ്യഫലം കഴിയാന്ന് അറിയാതെ തൻ്റെ പതനത്തിനെ, തൻ്റെ വീഴ്ചയെ എന്ന വേദ അറിയുന്നില്ല. എന്താ ഇതിൽ പറഞ്ഞാൽ, ഇങ്ങനെ കിങ്കിണി സമൂഹം എന്നൊക്കെ പറഞ്ഞില്ലേ, അനേകം കിങ്കിണി മാലയൊക്കെ കെട്ടിയിട്ടുള്ള കിങ്കിണി സമൂഹത്താൽ അലങ്കരിക്കപ്പെട്ടവളും തൻ്റെ ഇഷ്ടം പോലെ മനസ്സറിഞ്ഞ് സഞ്ചരിക്കുന്നതുമായ വിമാനത്തിൽ ഈ അപ്സര സ്ത്രീകളോട് കൂടി ഇരുന്ന് അവിടുത്തെ കേമമായിട്ടുള്ള ഈ നന്ദനോദ്യാനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, സ്വർഗത്തിലത്തെ നന്ദനോദ്യാനം പോലുള്ള ഉദ്യാനങ്ങളിലൊക്കെ ക്രീഡിച്ചുകൊണ്ട് അതിൽ നല്ലവണ്ണം ആനന്ദ നിർവൃതി അടഞ്ഞുകൊണ്ട് എന്തുണ്ട്, ഈ സ്വർഗത്തിൽ പോയ ആള് വരാൻ പോകുന്ന ആ വീഴ്ചയെപ്പറ്റി, അധപ്പതനത്തെപ്പറ്റി അറിയണേയില്ല. എന്താ വരാൻ പോകണമെന്ന് അറിയില്ല, സുഖിച്ച് മതിക്കുകയാണ് സ്വർഗത്തിൽ. അത് അവനവൻ തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്ത് കിട്ടിയതുമാണ്, അതൊന്നും അല്ലാതെ ഇല്ല. അങ്ങേയറ്റ ആനന്ദ പരവശനായിട്ട് അല്ലെങ്കിൽ ആനന്ദ നിർവൃതി പൂണ്ട് ഈ അപ്സര സ്ത്രീകളുടെ കൂടെയൊക്കെ സുഖമായിട്ട് വിഹരിച്ചിട്ട് വരാൻ പോകുന്ന ആപത്തിനെ അല്ലെങ്കിൽ അധപ്പതനത്തിനെ അല്ലെങ്കിൽ വീഴ്ചയെ അറിയുന്നില്ല. സ്ത്രീഭി
കാമഗയാനേന, അതാണ് കാമഗയാനം എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ, ഇഷ്ടമായിരിക്കും സഞ്ചരിക്കണ വിമാന. ഈ പുഷ്പകമൊക്കെ അങ്ങനെയാണ്. കിങ്കിണി ജാലമാലിന ക്രീഡന്ന വേദാത്മപാദം സുരാ ക്രീഡേഷു അതായത് അവരോടുള്ള ക്രീഡയിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ വരാൻ പോണ അവസ്ഥയൊന്നും വിചാരിക്കില്ല. താവത് പ്രമോദതേ സ്വർഗേ യാവത് പുണ്യം സമാപ്യതേ ക്ഷീണപുണ്യ പതത്യർവാഗനിച്ഛൻ കാലചാലിത. അപ്പോഴോ താവത് എത്രത്തോളം പുണ്യം, അതായത് ഇങ്ങനെ യജ്ഞങ്ങൾ ചെയ്തിട്ട് എത്ര പുണ്യം സമാപ്യതേ, എത്ര പുണ്യമുണ്ടോ അതെപ്പോഴാണ് തീർന്നു പോണത്, കഴിയണത്. താവത് അത്രത്തോളം ഒരുപാട് പുണ്യം ചെയ്തിട്ടുണ്ട് തന്നെ വെച്ചോളൂ. ആ പുണ്യത്തിൻ്റെ ഫലം അനുഭവിച്ച് കഴിയുന്നത് വരെ, അല്ലെങ്കിൽ ആ പുണ്യഫലം തീരുന്നത് വരെ സ്വർഗേ പ്രമോദതേ, സ്വർഗത്തിൽ സന്തോഷമായിട്ട് ഇയാളിരിക്കും. ക്ഷീണപുണ്യ, ഈ പുണ്യം തീർന്ന ഉടനെ അനിച്ഛൻ, തനിക്ക് ആഗ്രഹമില്ലെങ്കിലും താൻ ഇച്ഛിക്കാത്തതാണെങ്കിലും കാലചാലിത, അതായത് കാലത്താൽ വലിച്ചിഴക്കപ്പെട്ടവനായിട്ട് അർവാക്, ചുവട്ടിൽ പതതി, വീഴുന്നു. അങ്ങനെ ആനന്ദപരവശനായിട്ട് ഒന്നും അറിയാതെ അങ്ങനെ സുഖമായിട്ട് സ്വർഗത്തിലിരിക്കുന്ന സമയത്ത്, സ്വർഗത്തിലിരിക്കുമ്പോൾ വരാൻ പോണ ആപത്തിനെ അറിയില്ല എന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് സ്വർഗത്തിൽ ഇങ്ങനെ അവിടുത്തെ സ്വർഗസുഖം അനുഭവിക്കുന്ന ഈ യജ്ഞകർത്താവിൻ്റെ പുണ്യം എപ്പോഴാ കഴിയണ അതുവരെ മാത്രമേ സ്വർഗത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. എപ്പോഴാണ് ആ പുണ്യത്തിൻ്റെ ഫലം, ചെയ്ത പുണ്യം കഴിഞ്ഞത്, അപ്പോൾ അതിൻ്റെ ഫലവും കഴിയുമല്ലോ. എപ്പോഴാണ് അയാൾ ഇഹലോകത്തിൽ വെച്ച് ചെയ്ത പുണ്യത്തിൻ്റെ ഫലം തീരുന്നത്, ആ നിമിഷം തനിക്ക് ഒട്ടും ആഗ്രഹമില്ലെങ്കിലും കാലത്താൽ ചലിപ്പിക്കപ്പെട്ടവനായിട്ട്, കാലത്താൽ വലിച്ചിഴക്കപ്പെട്ടവനായിട്ട് താഴത്തേക്ക് വന്ന് പതിക്കുന്നു, ഭൂമിയിൽ തന്നെ വന്ന് ജനിക്കും. പിന്നെ അപ്പോൾ ആ സുഖവും നിത്യല്ല, ദേവന്മാരുടെ സുഖവും നിത്യല്ല. അവരുടെ പുണ്യം ക്ഷയിച്ചാൽ അവർക്ക് സ്വർഗത്തിൽ നിന്ന് പോരണം. അപ്പം നരകാണെങ്കിലും അതെ, കുറേ ചീത്ത കർമ്മങ്ങൾ വെച്ചിട്ട് നരകം അനുഭവിക്കുകയാണെങ്കിലും പാപം ക്ഷയിച്ചാൽ നരകവും കഴിയും, പുണ്യം ക്ഷയിച്ചാൽ സ്വർഗവും കഴിയും. അത് ശാശ്വതമല്ല എന്നാണ് പറഞ്ഞത്. ആ പുണ്യം ക്ഷയിച്ച ഉടനെ ഇയാൾ കാലത്താൽ വലിച്ചിഴക്കപ്പെട്ടവനായിട്ട് താഴേക്ക് വീഴുന്നു. താവത് പ്രമോദതേ സ്വർഗേ യാവത് പുണ്യം സമാപ്യതേ, കഴിയണവരെ സുഖമായിട്ട് അവിടെ ഇരിക്കും, പുണ്യത്തിൻ്റെ ഫലം അനുഭവിച്ച് കഴിയണവരെ. പക്ഷേ ക്ഷീണപുണ്യ, പുണ്യം ക്ഷീണിച്ചാൽ അല്ലെങ്കിൽ കഴിഞ്ഞാൽ പതത്യവാർഗനിച്ഛൻ കാലചാലിത, നമുക്ക് അനിച്ഛൻ, തനിക്കിഷ്ടമല്ലെങ്കിലും നിവൃത്തിയില്ല, യു ആർ ഫോഴ്സ്ഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ ഹെവൻ എന്നർത്ഥം. ഇനി 27 കേട്ടോ, 27ഉം 28ഉം ഒന്നിച്ചാണ്, നമുക്കൊന്നിച്ച് ചെയ്യാം. അതായത് ഇങ്ങനെ കാമ്യ കർമ്മങ്ങളുടെ ഫലം പറഞ്ഞിട്ട് അത് ഇതൊക്കെ പിന്നെ അങ്ങ് നല്ല കാമ്യകർമ്മങ്ങളാണ്. അതായത് സ്വർഗം കിട്ടണമെന്ന് വെച്ചാൽ യജ്ഞം ചെയ്തിട്ടാണ് സ്വർഗം കിട്ടിയത്. ഇനി നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്താലത്തെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഇനി യദ്യധർമ്മ രഥ സംഗാദ് അസതാം വാ അജിതേന്ദ്രിയ കാമാത്മാ കൃപണോ ലുബ്ധ സ്ത്രൈണോ ഭൂതവിഹിംസക പശൂനവിധിനാലഭ്യ പ്രേതഭൂതഗണാൻ യജൻ നരകാനവശോ ജന്തുർഗത്വായാത്യുൽബണം തമ. 2 എണ്ണം. അതെന്താ പറയുക വെച്ചാൽ യതി വാ, ഇനിയിപ്പോൾ അഥവാ അസതാം സംഘാൽ, ദുഷ്ടന്മാരുടെ സംഘം, എന്താ ദുർജന സംസർഗം. അധർമ്മരഥ, അധർമ്മത്തിൽ വളരെ അധർമ്മിയായിട്ട്, അജിതേന്ദ്രിയ, അങ്ങനെ അധർമ്മിയായതുകൊണ്ട് ജിതേന്ദ്രിയനുമല്ല, ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവനായിട്ട്, കാമാത്മാ, ഭോഗവിഷയങ്ങളിൽ മാത്രം മുഴുകി, കൃപണ, അതിനാൽ ദൈന്യതയെ പ്രാപിച്ചവനായി, ലുബ്ധ, അതുകൊണ്ട്
വളരെയധികം ദുഃഖിച്ച് സുഖം കിട്ടണില്ല എന്നുള്ള ദുഃഖം കൊണ്ട് സ്ത്രൈണ, അതായത് ഈ സ്ത്രീകളിൽ വളരെയധികം ആസക്തിയുള്ളവനായിട്ട്, ഭൂതവിഹിംസക, അതിനുവേണ്ടി തൻ്റെ സുഖത്തിന് വേണ്ടി പ്രാണിഹിംസ ചെയ്യുന്നതിനായിട്ട്, പശൂൻ അവിധിനെ, പശുക്കളെ കൊന്ന്, അവിധിനെ അതായത് പശുക്കളെ കൊല്ലരുതെന്നുള്ള വിധിക്കെതിരായിട്ട് ആലഭ്യ കൊന്ന്, പ്രേതഭൂതഗണാൻ, പ്രേതങ്ങളെയും ഭൂതഗണങ്ങളെയും യജൻ ആരാധിക്കുന്നു. അതായത് പശുക്കളെയും ജന്തുക്കളെയൊക്കെ കൊന്നിട്ട് ഭൂതങ്ങളെ പ്രീതിപ്പെടുത്താനേ, അങ്ങനെ തലവെട്ടി ഭൂതങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ, അതുകൊണ്ട് പുണ്യം കിട്ടിച്ചിട്ടേ, ജന്തുഹു മനുഷ്യൻ വിവശനായി നരകാൻ ഗത്വ, അങ്ങനെയുള്ള അധർമ്മികൾ നരകങ്ങളെ പ്രാപിച്ച്, ഉൽബണം തവ, അജ്ഞാനം അല്ലേ, ഉൽബണം തമഹ, അജ്ഞാനം നിറഞ്ഞ ഒരു ഭയങ്കരമായിട്ടുള്ള അന്ധകാരമയമായിട്ടുള്ള ഒരു ജന്മത്തിനെ യാതി പ്രാപിക്കുന്നു. ഇതിലിപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ, ഇത് ഇങ്ങനെ അധർമ്മിയുടെ കാര്യമാണ് ബലപ്പെടണം. മറ്റേ ധർമ്മമായിട്ട് ഇപ്പോൾ യജ്ഞമൊക്കെ ചെയ്ത ഒരാളല്ലേ പറഞ്ഞത്, പക്ഷെ അതും സ്വർഗവും സ്ഥിരമല്ല എന്ന് പറഞ്ഞു. ഇനി ഇതിലെന്താ പറയണ എന്ന് വെച്ചാൽ, ഈ അജ്ഞാനിയായിട്ടുള്ള ഒരാൾ ദുർജനങ്ങളുടെ സംസർഗം, അല്ലെങ്കിൽ ഈ നല്ല ആൾക്കാരുടെ സംസർഗം അല്ലാതെ അവരോരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ, ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടുന്നൊക്കെ, അതൊക്കെ തെറ്റാവും. പക്ഷേ ദുർജനങ്ങളുടെ സംസർഗം കൊണ്ട് നമ്മളെ ഒരു ബ്രെയിൻ വാഷ് ചെയ്യും. അതാണ് ഇതിൽ പറയണത്. അതായത് അജ്ഞാനിയായിട്ടുള്ള ഒരാൾ ദുർജനങ്ങളുടെ സംസർഗം കൊണ്ട് അധർമ്മത്തിൽ വളരെയധികം അധർമ്മിയായിട്ട് തീർന്നാൽ, മാത്രമല്ല അധർമ്മിയാണെന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള ദുർജനങ്ങളുടെ സംസർഗം കൊണ്ട് ഇന്ദ്രിയജയൊന്നും ഒട്ടും ഉണ്ടാവില്ല, ജിതേന്ദ്രിയനും ആവില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് അടിമയാവും. അങ്ങനെ ഭയങ്കര ഈ ഭൗതിക ഭോഗങ്ങളിൽ അങ്ങേയറ്റം ആസക്തനും വല്ലാത്തൊരു ശോചനീയാവസ്ഥയിൽ നിൽക്കുന്നവനും ദുഃഖിതനും, സ്ത്രീകളുടെ പിന്നാലെ എപ്പോഴും നടക്കുന്നവനും, ഈ ഭൂതങ്ങളെ, അതായത് എല്ലാ ജീവജാലങ്ങളോടും യാതൊരു കാരുണ്യവും ഇല്ലാതെ നിരപരാധികളായിട്ടുള്ള മൃഗങ്ങളെ കൊന്ന് പ്രേതങ്ങൾ, ഭൂതങ്ങൾ മുതലായവളെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭൂതപ്രേതാദികൾക്ക് ബലി കൊടുക്കുക. ഈ നിരപരാധികളായിട്ടുള്ള മൃഗങ്ങളെ, എന്നിട്ട് ഭൂതപ്രേതങ്ങളെ ബലി കൊടുത്ത് പൂജിച്ച് ആരാധിച്ച്, ഇങ്ങനെ അവർക്ക് ആ ചെയ്യണ ഈ പാപകർമ്മങ്ങൾ കാരണം അവർ നരകങ്ങളെ പ്രാപിച്ചിട്ട് ഘോര തമസ്സായിട്ടുള്ള പിന്നത്തെ ജന്മത്തിൽ ഈ സ്ഥാവരങ്ങളായിട്ടുള്ള, അതായത് മലയോ ഇളകാനും നടക്കാനൊന്നും വയ്യാത്ത ജന്തുക്കളിലും താഴെയായിട്ടുള്ള എന്തെങ്കിലും ആയി ജനനം ചിലപ്പോൾ വേണ്ടി വരും. ഇങ്ങനെ ഇത്ര പാപം ചെയ്താലേ, അതാണത് പറഞ്ഞത്. അത് സ്വർഗം കിട്ടിയാൽ അത് പോട്ടെ. ഇനി അതായത് ദുർജനങ്ങളുമായിട്ട് കൂട്ടുകൂടിയിട്ട് അധർമ്മത്തിൽ വളരെയധികം തൽപരനായിട്ട്, ഇന്ദ്രിയങ്ങൾക്കൊക്കെ അടിമയായിട്ട്, ഭയങ്കര ഭോഗാസക്തനായി, സ്ത്രീലമ്പടനായി, കൃപണനായി, മൃഗങ്ങളെയൊക്കെ ഹിംസിച്ച് ഭൂതപ്രേത ഗണാദികളെയൊക്കെ ആരാധിക്കുന്നവൻ എന്താ ഉണ്ടാവുക? അധർമ്മീനർത്ഥം. അവശനായിട്ട് നരകത്തിൽ പതിച്ച് കൂരിരുട്ടിലാണ് ചെന്ന് വീഴുക. അതാണ് അധർമ്മികളുടെ കഥയാണ് ഇപ്പം ഇതിൽ പറഞ്ഞു കേട്ടോ. അധർമ്മികളുടെ ഒരു വിധി. മറ്റേ ധർമ്മമായിട്ടുള്ളവർക്ക് സ്വർഗം കിട്ടും, അതും ശാശ്വതമല്ല പറഞ്ഞു. അധർമ്മികളാണെങ്കിൽ നരകത്തിലാണ് പോവുക. അതാണ് പറഞ്ഞത്. യദ്യധർമ്മരത സംഗാദസതാം വാ അജിതേന്ദ്രിയ കാമാത്മാ കൃപണോ ലുബ്ധസ്ത്രൈണോ ഭൂതവിഹിംസക പശൂനവിധിനാലഭ്യ, അതായത് പശുക്കളെയൊക്കെ, ഇന്നസെൻ്റായിട്ടുള്ള പശുക്കളെയൊക്കെ കൊല്ലുക, എന്നിട്ട് ഭൂതപ്രേതങ്ങളെ സന്തോഷിപ്പിക്കാൻ ബലി കൊടുക്കുക. അങ്ങനെയൊക്കെ എത്ര പാപമാണല്ലേ. പ്രേതഭൂതഗണാൻ യജിക്കുക, ഭൂതങ്ങളെയും പ്രേതങ്ങളെയൊക്കെ, ദേവതകളെയല്ല.
നരകാനവശോ ജന്തുർഗത്വായാത്യുൽബണം തമഹ. അവർ വല്ലാത്ത തമസ്സിൽ പോയി വീണു എന്ന്. ഇനി ഒന്നും കൂടി ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇനി ഇതോടെയാണ് പറയേണ്ടത്. ഭഗവാന്റെ വാക്ക് ഇതോടെ കഴിയോ സംശയമുണ്ട്, നോക്കട്ടെ. കർമാണി ദുഃഖോദർക്കാണി കുറുവൻ ദേഹേന തൈ പുനഃ ദേഹമാഭജതേ തത്ര കിം സുഖം മർത്യധർമ്മിണ. അത് പറഞ്ഞ് നിർത്താം നമുക്ക്. ദുഃഖോദർക്കാണി അല്ലെ, ദേഹേന ദുഃഖോദർക്കാണി കർമാണി. എന്താ അറിയോ, പിന്നെ ദേഹം കൊണ്ട്, ദേഹേന ദുഃഖോദർക്കാണി ദുഃഖമാകുന്ന ഫലത്തോടു കൂടിയ കർമാണി കർമ്മങ്ങൾ കുറുവൻ ചെയ്ത്, അതായത് ദേഹം കൊണ്ട് ദുഃഖം തരുന്ന തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് തൈഹി പുന, ആ കർമ്മങ്ങൾ കൊണ്ട് ആ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ എന്താ ഉണ്ടാവണേ? പുനഃ ദേഹം ആഭജതേ, പിന്നെയും ദേഹം എടുക്കണം. അതായത് എന്താ പറയുക, ദുഃഖം തരുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ പിന്നെയും ജന്മം എടുക്കണം. ഈ ജന്മത്തിലത്തെ അല്ലല്ലോ നമ്മൾ അനുഭവിക്കുന്നത്, ഇതുവരെ ചെയ്ത കർമ്മഫലങ്ങളാണ്. അപ്പോൾ എന്താ, ഈ ജന്മം ഇങ്ങനെ ദേഹം കൊണ്ട് ദുഃഖം ആണ് ഫലം എന്നുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ ആ ഫലം അനുഭവിക്കാൻ ആദ്യം ജന്മം എടുക്കണ്ടേ. അതാണ് പുനഃ ദേഹം ആഭജതേ തത്ര മർത്യധർമ്മിണ കിം സുഖം. അപ്പോൾ ആ കർമ്മങ്ങൾക്ക് അനുഭവിക്കാൻ ഇപ്പം ഈ ദുഃഖം ഫലമായിട്ടുള്ള കർമ്മങ്ങൾ ഈ ജന്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പിന്നെയും നമ്മൾ ദേഹം എടുക്കണു. ഇങ്ങനെ ഒരു ക്ലോക്ക് പോലെ ചുറ്റി 12ആയി 6ആയി 12ആയി 3ആയി 6ആയി 9ആയി ആദ്യം 12ആയി പിന്നെയും 3 6 9 12 അല്ലേ. അപ്പോൾ ക്ലോക്ക് പോലെ, ഒരു ഘടികാരം പോലെ ചുറ്റി തിരിയുന്ന മർത്യന് ഇതിലെന്ത് സുഖമുള്ളത്? പുണ്യകർമ്മങ്ങൾ ചെയ്താലും പാപകർമ്മങ്ങൾ ചെയ്താലും ആ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒന്നും ശാശ്വതമല്ല. ഇതിങ്ങനെ വട്ടം ചുറ്റി, അതായത് ഒരിക്കലും തീരാത്ത ജനന മരണ ചക്രത്തിൽ ഇങ്ങനെ ചുറ്റിത്തിരിയണം. ഏതുപോലെ? ക്ലോക്കിൻ്റെ സൂചി പോലെ. അങ്ങനെ ചുറ്റിക്കറങ്ങണേൽ എന്ത് സുഖമുള്ളത്? ശാശ്വത സുഖം ഇല്ല എന്നാണ് പറഞ്ഞട്ടോ. ഇനി നമുക്ക് ഇനിയുണ്ട് ഭഗവാൻ്റെ കുറച്ചും കൂടിയും. അപ്പം ഇത് പറഞ്ഞിട്ട് സുഖം എവിടെയും കിട്ടാനില്ല, ഈ ഇഹലോകത്തിലോ പരലോകത്തിലോ എവിടെയും സുഖം കിട്ടാനില്ല എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞു ഭഗവാൻ, ഇല്ലേ. ഇനി നമുക്കിവിടെ നിർത്താം, നാളെ 30 ചെയ്യാം. 29 വായിക്കാം. കർമാണി ദുഃഖോദർക്കാണി കുറുവൻ ദേഹേന തൈ പുന ദേഹമാഭജതേ തത്ര കിം സുഖം മർത്യധർമ്മിണ. ഇങ്ങനെ കർമ്മം ചെയ്തിട്ട് എന്താ ഇതിനൊരു അവസാനം എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വ.